ഹലോ ആസ്പിറൻസ്, വെൽക്കം ടു സിവിലിയൻസ്. അപ്പോൾ ഗേറ്റ് സ്കോറൊക്കെ വന്ന് അലോട്ട്മെന്റ് പ്രോസസ്സും അതുപോലെ തന്നെ PSC റിക്രൂട്ട്മെന്റ് ഒക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിരിക്കും. അപ്പം നോർമലി ഒരു ഗേറ്റ് ആസ്പിറന്റിനോട് എന്താണ് ആഫ്റ്റർ ഗേറ്റ് അവരുടെ ഒരു എയിം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു PSC റിക്രൂട്ട്മെന്റ്, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ്, അല്ലെങ്കിൽ റിസർച്ച് റിലേറ്റഡ് ഏരിയാസ്. അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ള ചോദിച്ചാൽ അതിൻ്റെ ഒരു നോളജ് വളരെ ലിമിറ്റഡ് ആയിരിക്കും എല്ലാവരിലും. അപ്പോൾ ഇപ്പം നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, ഇപ്പം സ്റ്റുഡൻസ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ അണ്ടർ ഗ്രാജുവേഷൻ അവർ ഒരു സ്കോപ്പ് തിരഞ്ഞെടുക്കുന്ന ഫോറിൻ സ്റ്റഡീസ് ആണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ അതൊരു വാലിഡ് ഗേറ്റ് സ്കോറോടുകൂടിയാണ് പോകണമെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോറിൻ ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ഗേറ്റ് സ്കോർ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്ത് ചൂസ് ചെയ്യുമ്പം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ വി ചൂസ് ദിസ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി. അപ്പം അതിൻ്റെ കുറച്ച് ഹൈലൈറ്റിംഗ് ഫാക്ടേഴ്സ് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഇപ്പം മെയിൻലി നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹയർ സാലറീസ് തന്നെയാണ്. ഇപ്പം നോർമലി നമ്മൾ ഇപ്പം ലോക്കൽ മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു 30 to 35% ആണ് സാലറി ഹൈക്ക് നമുക്ക് ഇപ്പം എബ്രോഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണുന്നത്. അപ്പം അത് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ BIM പോലെയുള്ള സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ആക്സസ്, അതുപോലെ ടെക്നോളജീസിലും ഇൻഫ്രാസ്ട്രക്ചറിലും വരുന്ന ഒരുപാട് ഡെവലപ്മെന്റ്സ് നമുക്ക് വെറൈറ്റീസ് ഓഫ് അരീനയാണ് നമുക്ക് ഓപ്പൺ ആക്കി തരുന്നത്, നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള പാത്ത്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ എടുത്താൽ സബ്സ്ട്രീമായിട്ട് വരുന്ന സബ്ജക്ട്സിലൊക്കെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആണ്. അപ്പം അത് നമ്മളെ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് കരിയർ ഗ്രോത്ത് ആണ്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോഴായിക്കോട്ടെ നമുക്ക് ഒരുപാട് കോൺടാക്ട്സ് അവൈലബിൾ ആണ്, ഒരുപാട് ടെക്നോളജീസിൻ്റെ ഡെവലപ്മെന്റ് ഉണ്ട്, ഒരുപാട് സ്ട്രീംസ് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മുടെ കരിയർ ഗ്രോത്തിനും ഹെൽപ്ഫുൾ ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് പേഴ്സണൽ എൻറിച്ച്മെന്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു കൾച്ചർ മാറി വേറൊരു കൾച്ചറിൽ പോകുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ നമുക്ക് ഉണ്ടാകുന്ന ഗ്രോത്ത് അത് നമ്മുടെ പേഴ്സണലിയും പ്രൊഫഷണലിയും നമുക്ക് വളരെയധികം ഒരു എൻറിച്ച്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. രണ്ട് രീതിയിൽ നമുക്കൊരു ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം എന്താണ് നമ്മൾ ഈ ഗ്ലോബൽ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കി. ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ കൺട്രീസ്. അപ്പം മെയിൻലി 2 കൺട്രീസ്, ഒന്ന് ജർമ്മനിയും ഒന്ന് സിംഗപ്പൂറുമാണ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ജർമ്മനിയുടെ കാര്യം എടുത്താൽ തന്നെ അവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, റിന്യൂവബിൾ എനർജി റിസോഴ്സസിലുള്ള ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഏരിയാസ് നമുക്ക് ഹയർ സ്റ്റഡീസിനും റിസർച്ചിനും തരുന്നുണ്ട്. ഇനി സിംഗപ്പൂർ എടുക്കുകയാണെങ്കിലും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വളരെ ഹൈ ആണ്. സോ അത് റിലേറ്റഡ് ഏരിയാസിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ഇനി ഈ കൺട്രീസിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലാണ് നമുക്ക് കോഴ്സസ് സിവിൽ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ യൂണിവേഴ്സിറ്റീസ് വരുമ്പോൾ നമുക്ക് 4 യൂണിവേഴ്സിറ്റീസ് ആണ് മെയിൻലി വരുന്നത്. ഒന്ന് നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സിംഗപ്പൂർ, പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക് ജർമ്മനി, തേർഡ് വൺ ഈസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ, ആൻഡ് ഫോർത്ത് വൺ ഈസ് RWTH ഇൻ ജർമ്മനി. അപ്പോൾ ഇവരുടെ ഗ്ലോബൽ റാങ്കിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ഗ്ലോബലി അത് ഏത് റാങ്കിലാണെന്നാണ്, അതനുസരിച്ചാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഗ്ലോബൽ റാങ്ക് അറിഞ്ഞിരിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഓരോ യൂണിവേഴ്സിറ്റിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സസും അവിടുത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും ഏതൊക്കെ സ്ട്രീമൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എടുത്താൽ ഇവിടെ നോക്ക്, ആദ്യം നമുക്ക് കിട്ടുന്ന ഏതൊക്കെയാണ് കോഴ്സസ് എന്ന് നോക്കാം. ഒന്ന് MS ഉണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ 1 to 3 years ആണ് വരുന്നത്. PhD വരുമ്പോൾ ഒരു 2 to 5 years ഡ്യൂറേഷൻ വരും. ഇനി എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരു ഗ്രാജുവേഷൻ. ഇനി ഗേറ്റ് സ്കോറിൻ്റെ കാര്യം നോക്കുമ്പോൾ പറയുന്നത് ഇക്വാലന്റ് ടു മോർ ദാൻ 90% ആണ് അവർ പറയുന്ന ഗേറ്റ് സ്കോർ എത്രയാണോ ആ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടത്. ഇനി സ്ട്രീം എന്ന് പറയുമ്പോൾ നോക്കൂ, സ്കൂൾ ഓഫ് സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ അണ്ടറിലാണ് കോഴ്സസ് വരുന്നത്. ഇതാണ് നന്യാങ്ങിന്റെ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക് ജർമ്മനിയിൽ, അവിടെയും സെയിം തന്നെയാണ് കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. MSഉം PhDയും തന്നെയാണ്. സെയിം നമ്മുടെ ഗേറ്റ് സ്കോറും ഇതേ സെയിം 90% ഓർ മോർ തന്നെയാണ്. അതേപോലെ BTechൽ ഒരു ഗ്രാജുവേഷൻ ആണ് അവർ പറയുന്നത്. സ്ട്രീംസ് ഇവിടെ വരുന്നത് ഡിഫറെൻ്റ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗും സർവേയും ആണ് ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്കിൽ വരുന്ന സ്ട്രീംസ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ. ഇവിടെ നമ്മൾ പറഞ്ഞ കോഴ്സസ് ഓഫർ ചെയ്യുന്നത് MSഉം PhDയും തന്നെയാണ്. ഗേറ്റ് 90% ഓർ മോർ തന്നെയാണ് പറയുന്നത്. ഗ്രാജുവേഷൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് എലിജിബിലിറ്റി. ഇനി അവിടെ വരുന്ന സ്ട്രീം എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കലും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗും ആണ്. ഫോർത്ത് വൺ RWTH, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് MSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ബാക്കി ഗേറ്റ് സ്കോറിന്റെ കാര്യം ആയിക്കോട്ടെ, അത് നമ്മുടെ എലിജിബിലിറ്റി എല്ലാം സെയിം തന്നെയാണ്. ബാക്കി യൂണിവേഴ്സിറ്റി പോലെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് MSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ
ഇപ്പം ഏകദേശം ഏതൊക്കെ കൺട്രീസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കൺട്രീസ് ആണ് സിവിൽ എഞ്ചിനീയറിംഗ് ഓഫർ ചെയ്യുന്നതെന്ന് നോക്കി അവിടുത്തെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് അവൈലബിൾ എന്ന് നോക്കി അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസും എലിജിബിലിറ്റീസും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പാത്ത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, സ്കോർസ് ഇപ്പം അല്ലെങ്കിൽ ഗേറ്റ് സ്കോർ കാർഡിന്റെ വാലിഡിറ്റി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ നോർമലി നമ്മൾ കണ്ടുവരുന്ന ഫോറിൻ സ്റ്റഡീസിൽ നമുക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്, പ്ലസ് GRE ഉണ്ട്. അപ്പം ഇപ്പോൾ ഗേറ്റ് സ്കോർ വാലിഡ് ഒരു ഗേറ്റ് സ്കോർ ഉള്ള ആൾക്ക് അത് ചില യൂണിവേഴ്സിറ്റീസ് ബേസ്ഡ് ഓൺ യൂണിവേഴ്സിറ്റിയും കോഴ്സും നമുക്ക് GREനെ ഗേറ്റ് സ്കോർ കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പാസ്സായിരിക്കണം. മെയിൻലി വരുന്നത് നമ്മുടെ IELTS അതേപോലെ തന്നെ TOEFLും. IELTS ഒരു 6.5+ നമ്മുടെ TOEFL ഒരു 90+ നമുക്ക് പാസ്സാകേണ്ട സ്കോറായിട്ട് വരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗേറ്റ് സ്കോറിൻ്റെ വാലിഡിറ്റി. അപ്പം ഗേറ്റ് സ്കോറിൻ്റെ വാലിഡിറ്റി ഈ യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 3 years ആണ്, അതും നോട്ട് ചെയ്തിരിക്കണം. തേർഡ് ഡോക്യുമെന്റ്സ്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് നീഡ്ഫുൾ ആയിട്ട് വേണ്ടതാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് SOP, അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, ആ ഒരു ഡോക്യുമെന്റ് വേണം. ഇനി ഫോർ എക്സാമ്പിൾ ഒരു PhD റിലേറ്റഡ് ഒരു ഓപ്പർച്യൂണിറ്റി ബേസ് ചെയ്താണ് ഒരാൾ പോകുന്നതെങ്കിൽ അവർക്ക് വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് പ്ലാനും കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും കൂടിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. SOP വേണം, ഒരു റെക്കമെൻഡേഷൻ വേണം, അതേപോലെ തന്നെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ഒരാളിന് വേണ്ടത് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള റിസർച്ച് പ്ലാനുമാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്കോളർഷിപ്പും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ആണ്. അപ്പം ഇതിൽ മെയിൻലി അവർ പ്രൊവൈഡ് ചെയ്യുന്നത് മന്ത്ലി സ്റ്റൈഫൻഡ് എന്ന ഫോമിലാണ്. ഒരു 2000 to 2500 സിംഗപ്പൂർ ഡോളറാണ് മന്ത്ലി സ്റ്റൈഫൻഡ് ആയിട്ട് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് തുറന്നു കിട്ടുന്നത്. അപ്പോൾ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പറഞ്ഞ കണക്ക് ഗേറ്റ് സ്കോർ വാലിഡിറ്റിയും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി ഒരു ഫ്യൂച്ചറിൽ ഇത് ബേസ് ചെയ്ത് ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റിന് ഈ ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഗേറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷന്റെ കൂടെ തന്നെ പാരലലായിട്ട് അതും അവർക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ പാസ് ഔട്ട് ആയി ഇരിക്കുന്ന സ്കോർ കയ്യിലുള്ളവർക്കും ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. കാരണം 3 year വാലിഡിറ്റി ഗേറ്റ് സ്കോർ കൊണ്ടുണ്ട്. അപ്പം ഇനി വേണമെങ്കിൽ അവർക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് പാസ്സായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു നോർമൽ നമ്മൾ പോകുന്ന ഒരു പാത്വേയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാത്വേയാണ് അത് തുറന്നു കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം, മേ ബി നമുക്ക് ഫെയിൽ ആകുന്ന സാഹചര്യങ്ങൾ വരാം. പക്ഷെ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മോട്ടിവേറ്റ് ആയിക്കൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എന്തൊക്കെ വൈഡ് വെറൈറ്റി ഏരിയാസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ ഒരു പാത്ത് ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു പാത്ത് ചൂസ് ചെയ്ത് നമ്മൾ ഫോറിൻ വർക്ക് ചെയ്ത് നമ്മളൊരു കരിയർ ഗ്രോത്ത് എത്തിയാലും നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് MNCസിൽ നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട്. അപ്പം അതും എല്ലാവരും മൈൻഡിൽ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഇവിടുത്തെ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രീംസ് വളരെ കുറവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ഒരു സബ് സ്ട്രീം എടുത്തു തന്നാൽ അതിൽ തന്നെയുള്ള റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് കമ്പയർഡ് ടു ഫോറിൻ കൺട്രീസ് കുറവാണ്. പക്ഷെ അവിടെ നമുക്ക് വൈഡ് വെറൈറ്റീസ് ആണ്. നമുക്ക് ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫീൽഡ് അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഷോർട്ട് ടേമിലുള്ള റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് വരെ അവൈലബിൾ ആണ്. അപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പാത്ത് നോർമലി ഉള്ള പാത്തിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്യുമ്പോൾ വരുന്ന ചലഞ്ചസിനെ കൂടി ഫേസ് ചെയ്തുകൊണ്ട് ഒരു നല്ല രീതിയിൽ നിങ്ങൾക്കൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.